കഴിഞ്ഞ ദിവസം ബിനാലെ കാണാൻ പോയ കഥയാണ് പറഞ്ഞത്. അവിടെ ചെന്നിട്ട് എന്താ കണ്ടേന്ന് ഞാൻ പറയാം. ബിനാലെ കാണാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 200 രൂപ, സ്റ്റുഡൻസ് ആണെങ്കിൽ 100 രൂപ, സീനിയർ സിറ്റിസണും 100 രൂപ. ഒരു ഫ്രീസറിൽ പഴങ്ങൾ, പച്ചക്കറികൾ, മാംസ്യങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കുത്തിക്കയറ്റിയിട്ടുള്ളൊരു ആർട്ടാണിത്. സത്യത്തിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ഇതാണോ ബിനാലെ? ഇതെന്താ സംഭവം? എനിക്ക് വലിയ കാര്യമായിട്ട് കത്തില്ല. അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ പുറത്ത് ഇതിങ്ങനെ ഒരു ബോർഡുണ്ട്. ഇത് വായിച്ചിട്ട് വേണം അതൊക്കെ കാണാൻ, എങ്കിലേ കുറച്ചെങ്കിലും മനസ്സിലാവും. പിന്നെ കാണാൻ കുറച്ചും കൂടി രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ഓരോ സ്ഥലത്ത് അതിനെപ്പറ്റി മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഈ കാണുന്ന ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ അവിടെ ഒരു വിഷ്വൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാനും അച്ഛനും കുഞ്ഞനും കൂടെയാണ് ഇത് കാണാൻ പോയത്. കുഞ്ഞോന് ഇത് വല്ലതും മനസ്സിലാവുമെന്ന ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റിച്ച് കുഞ്ഞൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഈ ഒരു ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ നമുക്കിങ്ങനെ നടന്ന് കാണാനുണ്ട്. ആർട്ട് ഇഷ്ടമുള്ളവരും പിന്നെ കുറച്ച് നടക്കാൻ മടിയില്ലാത്തവരൊക്കെ ഇത് കാണാൻ പോയാൽ മതി. ഇത് മാത്രമല്ല, കണ്ട കുറേ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ പേര് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ആർട്ട് കുറച്ചൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും പോയി കാണണം. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും എന്നെക്കാളും മുന്നേ പോയി കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വാവ്, അങ്ങനെ ഒരു ഫീലായിരുന്നു. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ, വാവ്. കാണുന്നത് നമ്മുടെ വൈപ്പിനാട്ടാ. എൻ്റെ വീട് എവിടെയാണ്? ഇവിടെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ തോന്നി. നമ്മൾ പോയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായി. അധികം നേരം ഇവിടെ നോക്കി നിന്നാൽ ശരിയാവില്ല. ബാക്കിയുള്ളത് കാണാനുള്ളതുകൊണ്ട് വീണ്ടും നടന്നു. ആർട്ടൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കിടെ ഈ ജനലിൽ കൂടെ ഇങ്ങനെ നമ്മുടെ കൊച്ചി കായൽ കാണാൻ നല്ല രസമുണ്ടേ. ഈ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ ഒരു സ്ഥലത്തു നിന്ന് തന്നെയാണ് കണ്ടത്. പക്ഷെ ബാക്കിയുള്ളത് കാണണമെങ്കിൽ വേറൊരു വെന്യൂയിലേക്ക് പോകണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ റമോനെ, വാവ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോയിൽ ഇത് എത്രമാത്രം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങൾ, ആസ് എ വുമൺ നമ്മൾ കേട്ടിട്ടുണ്ടാവുന്ന കുറേ ഡയലോഗ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നീളമുള്ള ഉടുപ്പ് ഇട്ടാൽ മതി, അത് ആണുങ്ങളുടെ ജോലിയാണ്, ആൾക്കാരെന്ത് പറയും, അങ്ങനെ കുറേ. ഇതിങ്ങനെ ഫോട്ടോ കൂടെയൊക്കെ കണ്ടിട്ട് മാത്രം കാര്യമില്ല. ഇതിവിടെ വന്ന് ലൈവായിട്ട് എൻജോയ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോരോ ഫീലാണ്. പിന്നെ എനിക്കധികം ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുവിന് ഉറക്കം വന്നു. അപ്പോൾ കുഞ്ഞു എൻ്റെ തോളിൽ കിടക്കായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് പാർക്കിലൊന്ന് കയറി. അപ്പോൾ ബിനാലെ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം. അപ്പോൾ ഓക്കെ, ബൈ.